ക്രിസ്തു സന്തോഷത്തിൻ്റെ കാരണമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ദുഃഖത്തിൻ്റെ നിഴലിൽ മനുഷ്യർ ജീവിക്കുന്നു എന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അങ്ങനെയൊരു സൂചനയുമുണ്ട്. നിങ്ങൾ ഇപ്പോൾ ദുഃഖിതരാണ്, എന്നാൽ വീണ്ടും ഞാൻ നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ലോകം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം ഈ സന്തോഷത്തിൻ്റെ ദാരിദ്ര്യമാണ്. നമുക്ക് ചുറ്റും അനേകർ, മറ്റ് പല മതങ്ങളിലും ജീവിക്കുന്നവർ ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. സന്തോഷത്തിൻ്റെ നിലയ്ക്കാത്ത, ഒരിക്കലും കെട്ടടങ്ങാത്ത സന്തോഷത്തിൻ്റെ ദാരിദ്ര്യം. നമുക്ക് ഈ നോമ്പുകാല ദിനങ്ങളിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവാകുന്ന സന്തോഷം കൊണ്ട് നിറഞ്ഞു ജീവിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ പ്രാപ്തമാക്കാം. എൻ്റെ ഹൃദയം ക്രിസ്തുവിൽ നിന്ന് എപ്പോൾ തിരിയുന്നുവോ അപ്പോഴാണ് എൻ്റെ ഹൃദയത്തിൻ്റെ സ്വസ്ഥതയും സന്തോഷവും കെട്ടുപോകുന്നത്. എന്നാൽ എൻ്റെ ഹൃദയം എപ്പോൾ ക്രിസ്തുവിലേക്ക് തിരികെ വരുന്നുവോ അപ്പോൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ആനന്ദം അണപൊട്ടി ഒഴുകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സ്ത്രീ ദുഃഖിതയാണ്, അവൾ ഒറ്റപ്പെട്ടവളാണ്. പക്ഷേ ക്രിസ്തുവുമായിട്ടുള്ള കണ്ടുമുട്ടൽ അവളുടെ ജീവിതത്തിൽ, ക്രിസ്തുവിലേക്ക് തൻ്റെ ജീവിതത്തെ അർപ്പിച്ച ആ നിമിഷം അവളുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ആനന്ദം അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. ആനന്ദവുമായിട്ടാണ് അവൾ പട്ടണത്തിലേക്ക് ഓടിയത്. ആനന്ദത്തെയാണ് അവർ കണ്ടെത്തിയതും തിരിച്ചറിഞ്ഞതും. ഈ നോമ്പ് ദിനങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് അങ്ങ് മാത്രം തരുന്ന ആനന്ദം, അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിലയ്ക്കാത്ത ഭാവമായി ഈ ആനന്ദം മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ചു കൊടുക്കാനുള്ള കൃപാവരം ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.